ഭയങ്കര പേഴ്സണലായിട്ടുള്ള സിനിമയാണ്. കുറേ കാലമായിട്ട് ഇതിൻ്റെ ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര പേഴ്സണലാണ്. ടി അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്ര റെസ്പോൺസ് എന്ന് പറയുന്നത് അതുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ്. ഈ സിനിമ അങ്ങോട്ടും വർക്ക് ചെയ്യാൻ സന്തോഷം. നോ റിഗ്രറ്റ്സ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു ഇത്. അതേപോലെ അമ്പാന്റെ സജിൻ്റെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അത് നന്നായി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ വേനൽക്കാലത്താണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിതുവരെ ബേസിൽ പെർഫോം ചെയ്തത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് ഉള്ളത്. അതേപോലെ ഹരിയാന സജിൻ്റെ ആയാലും ആനന്ദിൻ്റെ ആയാലും ആനന്ദിന് ഇതിലാണ് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഇത്രയും നല്ലൊരു വേഷം കിട്ടിയിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാവരും ബാക്കി ആർട്ടിസ്റ്റ് എല്ലാവരും ദീപക്കായാലും ഇല്ല ലൂസിയമ്മയായിട്ട് ചെയ്ത ജയചേച്ചി ആയാലും ഇല്ല എൻ്റെ അമ്മയായിട്ട് ചെയ്ത സന്ധി ചേച്ചി ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അതാ പറഞ്ഞത് നമ്മൾ കോമഡി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച കോമഡി പരിപാടി തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സീൻ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാറിനാണെങ്കിലും ബേസിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും എല്ലാവരും പക്ക നമ്മളെ ഫ്രീ ആക്കി നിർത്തി. അതുകൊണ്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. ഹാപ്പിയാണ്. ഇനി അടുത്ത പരിപാടി വരുന്നുണ്ട്. സെറ്റാവും. മസ്റ്റായിട്ട് പടം പോയി കാണും. അടിപൊളി പടമാണ്. ആവശ്യത്തിനകത്ത് കണ്ട അമ്പാനെയല്ല പൊന്മാനകത്ത് ഇവനുണ്ട്. ഇവനും നമ്മളെ കൂടെ അപ്പോൾ എല്ലാവരും പോയി കാണാൻ സന്തോഷം. താങ്ക് യു. കാരണം എന്താ പറയുക, വിജയം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയെന്ന് പറഞ്ഞ പോലെ വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്തൊരു ദിലീപേട്ടാണെങ്കിൽ തന്നെ പറയാമല്ലേ? ഒന്നായിട്ടില്ല, അത്രയൊന്നായില്ല. അതൊക്കെ ആകാൻ ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. കാരണം നല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഒരു നമുക്കൊരു ജനപ്രിയം എന്നൊക്കെ വിളിക്കാൻ. അത്രയൊന്നായില്ല, അതൊക്കെ ആകുന്നുള്ളൂ. ഇനി അഭിനയം ഇപ്പം മമ്മൂട്ടി പറഞ്ഞ പോലെ തേച്ച് വിളിക്കട്ടെ, ആ ലെവലിൽ എത്തട്ടെ. അതൊക്കെ ആകുന്നുള്ളൂ. പക്ഷെ എങ്കിലും നല്ലൊരു അഭിനയം. പിന്നെ ഫാമിലിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ഫാമിലി പൂർണ്ണമായിട്ടും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമയാണ്. വളരെ ഗംഭീരമായിട്ട് എല്ലാവരും മസ്റ്റ് വാച്ച്. 5ന് 4.5 കൊടുത്തു. ഇതാണ് നല്ല അടിപൊളി ഫാമിലി മൂവിയാണ്. സൂപ്പർ സിനിമയാണ്. ഒരു ലാഗായിട്ടോ ഒരു ഇതായിട്ടോ ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ കണ്ടിരിക്കാം. ആ മനസ്സ് നിറഞ്ഞറിയില്ലേ ആയിക്കോട്ടെ, പിന്നെ ബേസിലായിക്കോട്ടെ, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു ഫാമിലി പടം ഇറങ്ങിയിട്ടുണ്ടെന്നത് ചിലപ്പോൾ സംശയമാണ്. അത്രയും സൂപ്പറായി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മസ്റ്റ് വാച്ചിങ്. ബേസിൽ പിന്നെ പറയണ്ടല്ലോ, ഓരോ പടം ചെയ്യും തോറും നമുക്കൊരു ഇങ്ങനെ കയറി വരിക. ഒരു 916 ഗോൾഡ് ആ ഒരു മോഡലിലാണ് ഇപ്പോൾ അവൻ കയറി വരുന്നത്. ഇനി പടങ്ങൾ ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. എന്തായാലും എല്ലാ പെർഫോമൻസും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എന്തായാലും അടിപൊളി. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ വന്നിട്ട്. ഓക്കെ, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ്. താങ്ക് യു.